ഞങ്ങളിന്ന് സ്റ്റിക്ക് അടിക്കാൻ വേണ്ടി പോണേ. ഞങ്ങളിപ്പോൾ സ്റ്റിക്ക് അടിച്ചിട്ട് ഞങ്ങൾ സ്ട്രൈക്ക് കിട്ടി 2 പ്രാവശ്യം പോയി. അതിനെ ഞങ്ങൾ ഇന്ന് പൊക്കും. ഇന്ന് പൊക്കാൻ വേണ്ടി ഇന്ന് പോവാണ്. ഞാനും വാവച്ചനും സുധിനും ഉണ്ട്. സുധിനാണ് ക്യാമറ പിടിക്കുന്നത്. അവിടെ ചെല്ലണം. കണ്ടോ വാവച്ചന്റെ കണ്ടോ അവനെ ഇന്ന് സ്റ്റിക്ക് അടിക്കാൻ പോകുന്നതിന്റെ ആ ഒരു ഇൻട്രസ്റ്റാ. അവൻ ചാടി തുള്ളിയാ പോകുന്നത്. പക്ഷെങ്കിൽ അവന്റെ തുള്ളിച്ചാട്ടം കണ്ട് അവൻ കൊമ്പനെ പിടിക്കുന്ന അവനെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. മരം പഴുത്ത് പക്ഷെ ഉണങ്ങിപ്പോയി, നിന്ന് ഉണങ്ങിപ്പോയി. കൊണ്ട് അതിനകത്ത് റംബൂട്ടാനുണ്ട്, കൊള്ളത്തില്ല, പക്ഷെ ഉണങ്ങിപ്പോയി. നമ്മൾ സ്പോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ട് പോകണം ഗൈസ്. ഇത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. കുറച്ചുകൂടെ ഉണ്ട് അതിന്റെ അടി കിടക്കുന്ന കാണിച്ചു തരാമില്ല. ഇതാ കഴിച്ച് ഞങ്ങള് കഴിഞ്ഞ ദിവസം സ്റ്റിക്ക് അടിച്ചിരിക്കുന്നതായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് 4 ഞങ്ങൾക്ക് കിട്ടി. വലുതുണ്ടായിരുന്നു, അതിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് 2-3 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്തായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് ഇപ്പൊ 4 ദിവസമായി. 4 ദിവസം ഞങ്ങൾ പിന്നെയും വന്നിരിക്കുക. പക്ഷെ ഞങ്ങള് വെള്ളം പൊങ്ങിയതല്ല, വെള്ളം അവിടെ അടിക്കാൻ അല്ല എഡിറ്റ് ചെയ്ത ഭയങ്കര പായലുണ്ടല്ലേ ചേ. കൊമ്പനെ പിടിക്കാമെന്ന കൊമ്പൻ, കടുവെ പിടിക്കാമെന്ന് കിടുവ. ട്രൈ ആണ്, അടിക്കുന്നില്ലല്ലേ. ഞാനും അച്ചായി മാത്രം വന്നു. ആരായിട്ടാ ഞങ്ങൾ അന്ന് വന്നു. ഞാൻ അച്ചായോടെ അന്നുണ്ടല്ലോ ഇങ്ങനെ അടിച്ചപ്പോ അവിടെ കുടുങ്ങിയില്ല, കുടുങ്ങാൻ പോയി. പക്ഷെ ഇങ്ങനൊരു വലി പിന്നെ അച്ചാറിനെ അടിച്ച് അങ്ങോട്ടങ്ങ് പോയി കുടുങ്ങി. കൊറേ ദൂരം പോയി. അത് മീന. എത്ര ഉണ്ട്? ഇമാതിരി പറഞ്ഞ് പരീക്ഷിക്കുവാണ് കേസ്. എന്തെങ്കിലും കിട്ടിയാ നമ്മള് കാണിക്കല്ലേ. കാണിക്കാൻ പറ്റില്ല. വര വര പോലത്തെ ഉണ്ടോ നമ്മളടിച്ച ഫ്രോഗ് റിസീവ് ചെയ്യുന്ന പാടാണ്. കണ്ടോ പണി കിട്ടിയ അവിടെ ഒന്ന് ഫ്രോഗ് ഉടക്കിയിട്ടുണ്ട്. നമ്മളെ മീൻപിടുത്തം ഇന്നത്തെ മീൻപിടുത്തം ഗൈസ് അത് അങ്ങ് കൊളത്തിപ്പോയി ഗൈസ്. അച്ഛൻ പൊളിയാണ് ഗൈസ്. എന്ത് വര. അയ്യോ ഗൈസ് അത് കുറച്ച് ഓവറായി പോയി ഗൈസ്. ഫ്രോഗ് പോയി നമ്മൾ മതിയാടണ വരുന്ന അവസ്ഥയായി ഗൈസ്. ഗൈസ് നമ്മളിവിടെ വന്നപ്പോ ഒരു കിടുക്കാച്ച സംഭവം ഉണ്ട് ഗൈസ്. കിടുക്കം പേരൊക്ക വായിക്കാനുണ്ട് ഗൈസ്. വീട്ടുകാരെല്ലാം പറയുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് വായിക്കുന്നില്ല നമ്മള്. ഫ്രോഗ് ഇട്ട് കൊടുക്കാണ്. തവളയാണ് ഗൈസ് അടിക്കുന്നത്, നോക്കണേ. തവള അടിക്കുന്നുണ്ട്, തവള അടിക്കുന്നുണ്ട് ഗൈസ്. സൂക്ഷിച്ചു നോക്കണം, ഇപ്പൊ ചിലപ്പോ തവള അടിക്കും. നമ്മളതൊക്കെ തവള അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഫ്രോഗ് അവസാന തടമാണ് ഗൈസ്. നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നില്ല, നമുക്ക് അവസാന തടമാണ് ഈ കാണിക്കുന്നത് ഇവിടെ. അതണ്ടേ ഫ്രോ ഇങ്ങനെ നാട്ടെ വെള്ളം വിടുന്നതാണ് ഗൈസ് കൊച്ചിറക്കന്റെ അഭിപ്രായം. അപ്പൊ അച്ഛൻ അതുകൊണ്ട് ടീവാണ്.
പറഞ്ഞോ. മഴ പെയ്ത് വെള്ളം മുഴുവനായിട്ട് പാരുന്നത്. ഈ ചപ്പിനിടയ്ക്ക് എല്ലാം വെള്ളം കയറിയ കാരണം ഉണ്ടല്ലോ അടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മീൻ ചപ്പിനിടയ്ക്ക് കയറുന്നില്ല. മറ്റേ ഈ കുളത്തിൽ മാത്രമേ ഉള്ളായിരുന്നു വെള്ളം. ഇനിയിപ്പം വെള്ളം മഴ പെയ്തപ്പം വെള്ളം എല്ലാം വന്ന് ഫുള്ളായിട്ട് നടന്നു. അതാണ് ഇപ്പം അനക്കമില്ല. ഇവനോട് അങ്ങനെയായിട്ട് പക്ഷെ അവിടെ അടിക്കാൻ പറ്റില്ല. അവിടെ പേരടി കയറി കാരണം അടിക്കാൻ പറ്റില്ല. ലാസ്റ്റ് 2 അടിയും കഴിച്ചിട്ട് നോക്കാം എല്ലാം കിട്ടിയെങ്കിലോ. നമ്മളിവിടെ അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു ഇത് പടക്കളം ഇനി ഞങ്ങള് അടുത്തൊരു വീഡിയോ ആയിട്ട് ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ അപ്പം ബൈ ടു ഗൈസ്.